ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗേൾസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാംസ് ആൻഡ് ലിപ്സിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ് ബാംസും ലിപ്സ്റ്റിക്സും നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം അത് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂയും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ബേബി ചക്ര എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മോംസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഇതിന് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. കുറച്ച് കാലമായി വാങ്ങിച്ചിട്ട് 1 ഇയർ ഒക്കെ ആയി, കാരണം എക്സ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു കോംബോ ആയിട്ടാണ് വാങ്ങിയത്. മോൾ ഓൾറെഡി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മോൾ ചെറുതായതുകൊണ്ട് മോൾക്കൊരു ഓർഗാനിക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ലിപ് ബാം വാങ്ങിക്കാമെന്നുള്ളതിലാണ് ഞാൻ ഈ ഒരു കോംബോ പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. മോളിത് ഒരു വൈറ്റ് കളറായിരുന്നു. അത് മോൾ യൂസ് ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ ഒരു കസിന് കൊടുത്തു. പിന്നെ ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ലിപ് ബാമാണ്, കാരണം പ്യുവർ ഓർഗാനിക് ആണ്, കെമിക്കൽസ് ഇല്ല. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്, ഒരു ഓറഞ്ച് ടിൻറ്റഡ് ഷെയ്ഡ് തന്നെ. ബേബി ചക്രൻ്റെ കുറച്ച് കോസ്റ്റ്ലി ആണ്, ഒരു 300 അങ്ങനെയൊക്കെ വരുന്നുണ്ടായി. ഞങ്ങൾക്കൊരു ഓഫർ ഉണ്ടായിട്ട് അങ്ങനെ കിട്ടിയത്. ഇപ്പോൾ 700 സംതിങ് ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു മില ബ്യൂട്ടിൻ്റെ ഒരു ലിപ് ബാമാണ്. ജ്യൂസി ലിപ്സ് ചെറി ഫ്ലേവറാണ് വരുന്നത്. നല്ല അടിപൊളി ലിപ് ബാമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു കുറച്ച് കാലം 2-3 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് ഒരു ഫ്രൂട്ടി സ്മെല്ലുണ്ട്, പിന്നെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ലോണം മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതൊരു 60 രൂപ 70 രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസ് വന്നിട്ട്. അധികം ഷോപ്സിലുണ്ടാവും, പിന്നെ ഓൺലൈൻ സൈറ്റ്സിലും ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കി കാണാൻ പറ്റും രണ്ടിൻ്റെയും കളേഴ്സ് ഡിഫറൻസ്. ഒന്നൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നത്, പിന്നെ ഒന്ന് ലൈറ്റ് ചെറി പിങ്ക് കളറും. നെക്സ്റ്റ് വന്നിട്ട് ലാക്മിൻ്റെ, ഇതിൽ നോക്കണ്ട പേരെല്ലാം കുറച്ച് വാങ്ങി തുടങ്ങി. ഇതിനൊരു മോർ ദാൻ 2 ഇയേഴ്സിന് മുന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതല്ല കേട്ടോ, ഇത് ഞാൻ രണ്ടാമത് പർച്ചേസ് ചെയ്തതാണ്, മൂന്നാമതോ. അപ്പോൾ ഇതൊരു 05 വരുന്ന റെഡ് സാങ്കറിയ എന്നിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ്ജ് പ്രൂഫാണ് കുറേ എല്ലാം. പിന്നെ ഇത് റെഡ് അല്ല, കറക്റ്റ് റെഡ് അല്ല, ഒരു മെറൂൺ ഷെയ്ഡൊക്കെ അടിക്കുന്ന കളറാണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് 200 സംതിങ് ഒക്കെ വരുന്നുണ്ട്. എനിക്കൊന്ന് 200 ഓർമ്മയില്ല, ഇപ്പം കുറച്ച് കളയാൻ വേണ്ടി. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിട്ട് NY ബാൻ്റെ ഒരു ലിപ് ഷെയ്ഡ് സ്ലേ ഓൾ ഡേ 9 ആണ് വരുന്നത്. ഇത് പക്ഷേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല വാട്ടർ പ്രൂഫ് ഉണ്ട്, സ്മഡ്ജ് പ്രൂഫ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഷെയ്ഡ് അത്രയും കുറച്ച് യൂസ് ചെയ്തതിന് ഇതിൻ്റെ ജോജോബ ഓയിൽ, അതുപോലെ തന്നെ വൈറ്റമിൻ അങ്ങനത്തെ ഒക്കെ കുറേ സംഭവമുള്ളതാണ്. പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഷെയ്ഡ്. പക്ഷെ സംഭവം അടിപൊളിയാണ്, ക്രീമി ടെക്സ്ചറൊക്കെയാണ്. ഇതിൻ്റെ MRP വന്നിട്ട് 219 തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പേർപ്പിളിൽ നിന്ന് എത്രയോ ഒരു 100 സംതിങ് ഞാൻ തോന്നുന്നു പർച്ചേസ് ചെയ്തത്. ഇത് നോക്കണ്ട, ഇത് പൊട്ടിപ്പോയി. അതിൻ്റെ അടിയിൽ ഒരു ഗ്ലാസ് ടൈപ്പിൽ വരുന്നത്. പക്ഷെ പൊട്ടിയാലെന്താ, ലിപ്സ്റ്റിക്കിനൊന്നും പറ്റിയില്ല. നമ്മുടെ കാര്യം ലിപ്സ്റ്റിക്കിലാണല്ലോ, അതുകൊണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ കാണുന്ന പോലെ നല്ല ക്രീമി ആൻഡ് സ്മൂത്തി ടെക്സ്ചറാണ്. പിന്നെ കളറ് വലിയ കുഴപ്പമൊന്നുമില്ല. പിങ്കിൽ വരുന്നൊരു കളറാണ്, പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സ്വന്തം സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഡെസേർട്ട് റോസ് N3 മെയ്റ്റ് ഷെയ്ഡാണ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ് വരുന്നത്. ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ വാട്ടർ പ്രൂഫ് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല, ഒട്ടും വാട്ടർ പ്രൂഫ് അല്ല. നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ വരും. പിന്നെ നല്ല കളറാണ്, ഒരു ന്യൂഡ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഡെയിലി യൂസിനൊക്കെ കുഴപ്പമൊന്നുമില്ല. ഒരു ക്രയോൺ ടൈപ്പാണ് കേട്ടോ ഇത് വരുന്നത്. മെയിൻ ഹൈലൈറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അങ്ങനത്തെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇതിന് വന്നിട്ട് 79 റുപ്പീസാണ്. അടുത്ത വന്നിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, മാസിൻ്റെ. ഞാൻ കുറേ റിവ്യൂസും അത് തന്നെ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. ഇത് വാങ്ങിച്ചിട്ടൊരു 5-6 മന്തൊക്കെ ആയി. എല്ലാ ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഗേൾ പവർ എന്നിട്ട് 10 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ക്രയോൺ ടൈപ്പാണ്. ഞാൻ അങ്ങനെ ക്രയോൺ ടൈപ്പ് യൂസ് ചെയ്യാറില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും. ഇത് എനിക്ക് ഷാർപ്പൻ ചെയ്യാൻ കുറച്ച് മടിയാണ്, പിശുക്കുകാരനെ, ലിപ്സ്റ്റിക്കല്ലേ. ഞാൻ ചെറുതായി മാത്രം ഷാർപ്പൻ ചെയ്യും. നല്ലൊരു ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണും ചേരുന്നൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് ഇടുന്നതിന് മുമ്പ് ഞാനൊന്ന് ലിപ് ബാം ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറ്. നല്ല വാട്ടർ പ്രൂഫൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റഫ്നെസ് പോലെ ഫീൽ ചെയ്യും ഇത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ബെറ്റർ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതിടുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ വെസ്റ്റേഴ്സ് ആയിരുന്നിട്ട് മോളിൽ പോയ സമയത്ത് വാങ്ങിയൊരു സ്റ്റുഡിയോ വെസ്റ്റ് എന്നിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്.
നോർമൽ ടൈപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് 95. ഇത് മോള് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല ഷെയ്ഡാണ്. പിന്നെ വാട്ടർ പ്രൂഫ് അങ്ങനത്തെ ഒന്നുമല്ല, ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയ ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ബൈ ബൈ.